എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലാണ്. ഹംപിയിൽ വിരൂപാക്ഷ ടെമ്പിൾ, എൻ്റെ ബാക്കിൽ കാണുന്നത് വിരൂപാക്ഷ ടെമ്പിളാണ്. അതിൻ്റെ അടുത്താണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ വന്നു. ഇതിൻ്റെ അടുത്ത് ഈ സർക്കംഫറൻസിൽ തന്നെ ചെറിയ ഹോം സ്റ്റേ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം ബഡ്ജറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മളിന്ന് കിഷ്കിന്ധയിലാണ് ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കും. നമ്മളിപ്പം നിൽക്കുന്നത് അഞ്ജനാദ്രി ഹില്ല്, അതായത് ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് ഉണ്ട് കിഷ്കിന്ധ. അവിടെ അഞ്ജനാദ്രി ഹിൽസ് ഉണ്ട്, അവിടെ ഹനുമാൻ്റെ ടെമ്പിൾ ഉണ്ട്. അവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 570 സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. അത് കയറി കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ ടോപ്പിൽ ഒരു അമ്പലം കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്സ് കയറി തുടങ്ങി. 570 സ്റ്റെപ്സ് ഉണ്ട് മൊത്തം കയറാൻ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വെയിൽ കൊള്ളാണ്ട് ഇങ്ങനെ കയറാം. अजर बिहारी राम सिया राम जय जय राम राम सिया राम जय जय राम सिया राम जय जय राम. ഇനി കയറി മടുക്കുമ്പം കുറച്ച് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസൊക്കെ ഉണ്ട്. मेरे तन मन धड़कन में सिया राम राम है, मन मंदिर के दर्पण में सिया राम राम है. तू ही सिया का राम, राधा का तू ही श्याम, जन्मों जन्म का ही साथ है. मीरा का तू भजन भजते हरि पवन, तुलसी में भी लिखी बात है. मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी राम सिया राम നമ്മളിപ്പോൾ എത്ര സ്റ്റെപ്പ് കയറിയെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഇത് മേലോട്ട് കയറാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇത്ര ഹൈറ്റിൽ ഓൾറെഡി നമ്മൾ കയറി കഴിഞ്ഞു. ഈ ഹൈറ്റിൽ കയറി കഴിഞ്ഞു. അത്യാവശ്യം നല്ല ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ആണ്. ഇതാ കാണുന്നത് റോഡാണ്, മെയിൻ റോഡാണ്. ഫുള്ള് നമുക്ക് ഹംപിൻ്റെ ഇത് കാണാം. നല്ല ഗ്രീനറി, അതുകൂടാണ്ട് ബ്രൗണിഷ് ഫുള്ള്. അങ്ങനെ നടന്ന് ടെമ്പിളിൻ്റെ മേലെ എത്തി. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ താഴോട്ടുള്ള വ്യൂ ആണിത്. അതായത് ഫുൾ ഹംപി ഇവിടുന്ന് കാണാം നമുക്ക്. ഫുള്ള് ആ നേരെ കാണുന്നത് നമ്മളെ ഫുള്ള് ഹംപിയാണ്. അപ്പോൾ ടെമ്പിളിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരണം. ഈ സ്റ്റെപ്പാണ് ലാസ്റ്റ് വരുന്നത്. ഫുള്ള് നമ്മളിങ്ങനെ പോയിട്ട് നമ്മളിവിടെ താഴെ നമുക്ക് തേങ്ങയൊക്കെ തരും. അതിവിടെ ഉടക്കേണ്ട സ്ഥലമാണ്. ഇവിടെയാണ് നമ്മളെ പ്രതിഷ്ഠയുള്ളത്, ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ളത്.
ഏറ്റവും ടോപ്പിലാണ്. 570 സ്റ്റെപ്സ് ഉണ്ട് ടോട്ടൽ. അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. വാവ്, ഫുള്ള് ഹംപി ഇവിടുന്ന് വിസിബിൾ ആണ് നമുക്ക്. ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല വലിയൊരു ഹനുമാൻ്റെ വിഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കണ്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രാമസേതുവിൽ ഉള്ള ആ സ്റ്റോണ്, അതായത് നമ്മളൊരു കല്ല് വെള്ളത്തിന് മേലെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് അവരൊരു ഗ്ലാസ് കവറിങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സംഭവം ഭയങ്കര രസമുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ മേലെ നിന്ന് ടോപ്പിലുള്ള വ്യൂ ആണിത്. അതായത് ഫുൾ ഹംപി നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല എന്താ പറയുക, ഒരു ഗ്രീനിഷ് ആൻഡ് ബ്രൗണിഷ് രണ്ടും എക്സ്ട്രീമാണ്. ഫുൾ ഗ്രീനും കാണുന്നതിന് ഫുൾ ബ്രൗണും ആയിട്ട്. തുംഗഭദ്ര റിവർ ആ ഏരിയയിലുണ്ട്. അപ്പോൾ കൃഷി ആവശ്യത്തിനൊക്കെ ഇവർ അവിടെ നിന്നാണ് വെള്ളം യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് നമ്മളെ മോണോലിത്തിക് ബുൾ, അതായത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പ്രതിമയുണ്ട് ഇവിടെ, നന്ദീൻ്റെ. അതായത് നമ്മളെ വിരൂപാക്ഷ ടെമ്പിൾ ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ മോണോലിത്തിക് ബുള്ള്. അപ്പോൾ ഈ കാണുന്നതാണ് മോണോലിത്തിക് ബുൾ. അതായത് സിംഗിൾ സ്റ്റോണിൽ ഉണ്ടാക്കിയ നമ്മളെ നന്ദീൻ്റെ ഒരു വലിയൊരു പ്രതിമ, ഹ്യൂജ് പ്രതിമ. ഈ പ്രതിമ പറയുന്നത് വെച്ചാൽ ഇത് കൊല്ലം കൊല്ലം എക്സ്പാൻഷൻ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പ്രതിമേൻ്റെ ഈ സൈഡിൽ ഇതിങ്ങനെ തൂണിന് പറ്റിയോണ്ട് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റൂല. ഇത് കണ്ടോ, ഇതിപ്പോൾ തൂണിന് പറ്റി കിടക്കുന്നുണ്ട് ഇങ്ങനെ. ഇതാണ് സിംഗിൾ കല്ലിൽ ഉണ്ടാക്കിയ നന്ദീൻ്റെ വലിയ പ്രതിമ. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ഹംപിയിലുള്ള നമ്മളെ ബുള്ള്, അതായത് മോണോലിത്തിക് സിംഗിൾ സ്റ്റോൺ ബുൾ. അതായത് ഇതിൻ്റെ ഹിസ്റ്ററി പറയാന്ന് വെച്ചെങ്കിൽ യുനെസ്കോ ടീംസൊക്കെ വന്നിട്ട് അവർ ചെക്ക് ചെയ്തപ്പം ഈ സ്റ്റോണ് വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ ഹംപിയിലുള്ള ആൾക്കാരുടെ വിശ്വാസം കൂടിയാണ് ഇത് വലുതായിട്ട് ഒരു വലിയ ബുള്ളായി മാറും എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട്. ഹംപിയിലെ നമ്മൾ മാക്സിമം പ്ലേസസ് കവർ ചെയ്ത്, അതായത് മെയിൻ പ്ലേസസ് നമ്മളെ സ്റ്റോൺ ചാരിറ്റ്, പിന്നെ ഗണപതിൻ്റെ വലിയ വിഗ്രഹം, അതായത് മാസീവ് സംഭവമാണ് അതൊക്കെ ലൈഫിൽ കാണേണ്ട ഒരു ഇത് തന്നെയാണ്. സിംഗിൾ സ്റ്റോണിൽ ഉണ്ടാക്കിയതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ലൈഫിൽ വൺ ടൈം കാണേണ്ട ഇതൊക്കെയാണ്. അപ്പം നമ്മൾ മാക്സിമം പ്ലേസ് കവർ ചെയ്തു. ഹംപിയിൽ നമ്മൾ ഇതുവരെയായിട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. നമ്മളെ ഹിസ്റ്ററിയിലൊക്കെ നേരിട്ട് കാണാൻ പറ്റിയുള്ള ഒരു ഭാഗ്യമുണ്ട് എനിക്കും രോഹിതനും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഹംപിയിൽ വരണമെന്നൊന്നും. ഒന്ന് എന്താ കണ്ടു, റീൽസ് എല്ലാം കണ്ടു, യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടു, അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പോൾ മാക്സിമം പ്ലേസസ് കവർ ചെയ്തു. നമ്മൾ നാളെ തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് 540 കിലോമീറ്റേഴ്സ് ഉണ്ട് നാട്ടിലേക്ക്. അപ്പോൾ രണ്ടുപേരും കൂടി മാറി ഡ്രൈവ് ചെയ്യും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ രോഹിത? എല്ലാവരും ഈറ്റ് വെൽ ആൻഡ് ട്രാവൽ അത് പൊളിച്ച് അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനിയും ട്രാവൽ ചെയ്യുന്നവർക്ക് എവിടെയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഒന്നും അറിയില്ല. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. എന്തായാലും സംഭവം പൊളിച്ചു. ഹംപി പൊളി. എല്ലാവരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഇറ്റ്സ് മീ അക്ഷയ് അശോക് സൈനിങ് ഓഫ്. ബൈ.